ബിരിയാണി എന്ന് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളൂറും. നമ്മൾ പലതരം ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു ബിരിയാണി നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയാണ്. 3 സവാള കനം കുറച്ച് അരിഞ്ഞതാണ്. അത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പീസ് ചേർത്ത് കൊടുത്തു. അതൊന്ന് വഴണ്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തു. ഒരു 5-6 പച്ചമുളക് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 2 തക്കാളി ഇട്ട് കൊടുത്തു. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ക്യാപ്സിക്കാണ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ശേഷം നമ്മൾ 1.5 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെമ്മീൻ ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ചെമ്മീൻ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഉപ്പ് പാകമല്ലാന്ന് തോന്നിയപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മളത് മൂടി വെക്കുകയാണ്. അത് അവിടെ കിടന്ന് നന്നായിട്ട് വേവട്ടെ കേട്ടോ. ചെമ്മീൻ നന്നായിട്ട് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള ചോറുണ്ടാക്കാം. അതിനായിട്ട് നമ്മൾ കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കറിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു. പിന്നെ കുറച്ച് ബട്ടറും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് സവാള അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി നമ്മൾ അതിൻ്റെ കൂടെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ഗ്രാമ്പൂ പട്ട ഏലക്കായ്ക്കൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. ശേഷം നമ്മൾ ഒരു 1.25 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. പിന്നെ നമ്മൾ ചെമ്മീൻ്റെ തല വേവിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതിലുള്ള വെള്ളമാണ് നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ശേഷം നമ്മൾ ആ വെള്ളം തിളച്ച് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരി ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് നമ്മൾ ആ മൂടി വെച്ചിട്ട് ഒരു വിസിലടിച്ച് വേവിക്കണം. അപ്പോഴേക്കും നമ്മുടെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ വീണ്ടും മൂടി വെച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ റൈസ് ഒരു വിസിലടിച്ചിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് ദമ്മിട്ടാലോ. ദമ്മിടാനായിട്ട് നമ്മൾ ആ വെന്ത് വന്നിട്ടുള്ള റൈസ് വേവിച്ച കുക്കറിൽ തന്നെ പകുതി റൈസ് കോരി വെച്ചിട്ട് നടുക്കാണ് നമ്മൾ ദമ്മിടുന്നത് കേട്ടോ. അപ്പോൾ നടുക്ക് ഇങ്ങനെ ദമ്മിട്ട് കൊടുക്കുക. എന്നിട്ട് ശേഷം നമ്മൾ റൈസ് ഇട്ട് വീണ്ടും എന്നിട്ട് നമ്മൾ കുറച്ച് മല്ലിയില കൂടി തൂക്കി കൊടുത്തിട്ട് പിന്നെ നമ്മൾ ബാക്കിയുള്ള റൈസും കൂടി അതിൻ്റെ മേലെ കൂടി ഇട്ട് കൊടുത്തു. ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗരം മസാല നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് റൈസ് ഇട്ടു. പിന്നെ നമ്മൾ മല്ലിയില ഇട്ടു. പിന്നെ നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള ഉള്ളിയും ബദാമും അണ്ടിപ്പരിപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിത് മൂടി വെക്കുകയാണ്. മൂടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗ്യാസിൽ ആണ് വെക്കുന്നത്. അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിത് മൂടിയിട്ട് ഗ്യാസ് സ്റ്റവിൽ വെക്കുകയാണ്. നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. ഒരു ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കമഴ്ത്തി വെച്ചിരിക്കുന്നത് നമ്മൾ ഇരുമ്പ് ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മേലേക്കാണ് ഈ കുക്കർ വെച്ചിട്ട് നമ്മളിത് ദമ്മിട്ടെടുക്കുന്നത് കേട്ടോ. അത് മൂടി വെച്ച് ദമ്മക്കായി സെറ്റായി വന്നപ്പോൾ നല്ല ടേസ്റ്റ് നല്ല അടിപൊളി ഒരു ബിരിയാണിയാണ്. അപ്പോൾ ഇതെൻ്റെ ഉമ്മാൻ്റെ ബിരിയാണിയാണ്. അപ്പോൾ ഉമ്മ വളരെ നന്നായിട്ട് ബിരിയാണി വെക്കും കേട്ടോ. ഉമ്മാൻ്റെ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഭയങ്കര കാര്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ കൂടുതൽ വീഡിയോസ് കാണുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ഒരു കിടുക്കാച്ചി ബിരിയാണിയാണ്. നിങ്ങൾക്ക് ഒരിക്കലും ഈ വീഡിയോ വേസ്റ്റ് ആവില്ല കേട്ടോ. ഇത് ഒരു അടിപൊളി അട്ടാറ് ബിരിയാണിയാണ്. നമ്മളെല്ലാവരും ബിരിയാണി ഉണ്ടാക്കുന്നവരാണെങ്കിലും ചിലരെ ബിരിയാണിയൊക്കെയാണ് നന്നാവുക. അപ്പോൾ നമ്മൾ അവരുടെ റെസിപ്പി കോപ്പി അടിച്ചിട്ട് കുറച്ചും കൂടി നന്നാക്കി ബെറ്ററാക്കി നമ്മൾ ഉണ്ടാക്കാൻ നോക്കും അല്ലേ. അപ്പോൾ അതുപോലുള്ള റെസിപ്പിയാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക.